ഞാനിപ്പോൾ ഒരു മൈൻക്രാഫ്റ്റ് വേൾഡ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വേൾഡിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ കസ്റ്റം ആയിരിക്കും. അപ്പോൾ ഇഷ്ടംപോലെ കസ്റ്റമായിട്ടുള്ള ബയോംസ് ഉണ്ടാവും. ഇഷ്ടംപോലെ 200-ലധികം 200+ ബയോംസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ബയോമൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യണം. വില്ലേജൊക്കെ നമ്മൾ വിചാരിക്കുന്നതും പൊളിയായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് എന്തായാലും വുഡ് കട്ടിയിട്ടുണ്ട്. ഇവിടെ കുറേ ഷുഗർ കെയിൻസ് ഉണ്ട്. അപ്പോൾ ഷുഗർ കെയിൻസൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ എയർലി ഗെയിമിന് നല്ലതായിരിക്കും. നമുക്ക് എൻചാൻറ്റിംഗ് ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. ഓക്കെ, സ്റ്റോൺ കളക്റ്റുണ്ട്. അപ്പോൾ ഇപ്പോൾ കാണാം ഈ മാപ്പിൽ ഒരു ഒയാസിസ് എന്ന് പറയുന്ന സ്ഥലമാണ്. ഒയാസിസ് മൈൻക്രാഫ്റ്റ് ഒയാസിസ് ബയോമാണിത്. ഓക്കെ, അപ്പം സ്റ്റോൺ കളക്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് വുഡൻ പിക്കാക്സ് ക്രാഫ്റ്റ് ചെയ്യാം. അതിനുശേഷം സ്റ്റോണൊക്കെ ഒന്ന് പെട്ടെന്ന് കളക്ട് ചെയ്യാം. അപ്പോൾ ഇനി പറയുന്നത് ചോദിച്ചാൽ സ്റ്റോൺ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി സ്റ്റോൺ ടൂൾ സെറ്റാക്കി മാപ്പിലോട്ടൊന്ന് കയറി നോക്കണം. അതിന് മുമ്പ് നമുക്കിടുന്ന ഇച്ചിരി സ്റ്റാൻഡ് സ്റ്റോൺ എടുക്കണം. ബിക്കോസ് നമുക്ക് എന്നെ ആവശ്യം വരും. അപ്പോൾ സ്റ്റാൻഡ് സ്റ്റോൺ ഒക്കെ പെട്ടെന്ന് കളക്ട് ചെയ്യാം. അപ്പോൾ ഇനി പണിയെന്ന് വെച്ചാൽ ഇപ്പോൾ അടുത്തായിട്ട് ഞാൻ ഒരു കിങ്ഡം പോലെ എന്ന് പറഞ്ഞ സാധനം കണ്ടു. ഒരു വില്ലേജ് ആണെന്ന് തോന്നുന്നു, ഐ തിങ്ക്. അപ്പം ആ ഒരു അങ്ങോട്ട് നമുക്ക് പോകണം. അപ്പോൾ ഇവിടുന്ന് ഏത് സൈഡിലോട്ട് പോകണം എന്നാ ഓക്കെ ആ സൈഡിലോട്ട് പോയി അവിടെ എത്താൻ പറ്റും. അപ്പം നമുക്കൊന്ന് അവിടെ എത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഫൈനലി ഞാൻ ഫൈനൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ സ്ഥലം എന്ന് പറഞ്ഞത്. എനിക്ക് കൂടെ അത്യാവശ്യം നല്ല രീതിയിൽ ലൂട്ട് കാണാൻ സാധ്യതയുണ്ട്. ബിക്കോസ് സാധാ മൈൻക്രാഫ്റ്റ് അല്ല, ഒരു സാധാ മൈൻക്രാഫ്റ്റ് വില്ലേജ് അല്ല, അതിലൊരു വെറൈറ്റി ആയിട്ട് വില്ലേജ് ആണെന്ന് തോന്നുന്നു. ദാറ്റ്സ് വൈ ഇപ്പം ഈ ഒരു മോഡ് ഞാൻ ആദ്യമായിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ ഈ മോഡ് വേണമെന്നുള്ളവർ കമൻറ്റ് ബോക്സിൽ മോഡെന്ന് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്താൽ മതി. അടുത്ത എപ്പിസോഡ് ഞാൻ മോഡ് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിനെല്ലാം എന്നാണ് ഇവിടെ ചെസ്റ്റ് ഒന്നുമില്ല. ഓക്കെ, ഇവിടെ അത്യാവശ്യം നല്ല ലൂട്ടുണ്ട്, ഫുഡും ഉണ്ട്. അപ്പോൾ ഇത് 2 റൂമായിട്ടാണ്. ഓക്കെ, ഇവിടെയുണ്ട്. ഇവിടെ ബുക്ക് ഷെൽഫ്സ് ഉണ്ട്. അപ്പോൾ ബുക്ക് ഷെൽഫ്സ് എടുക്കുവാണെങ്കിൽ എൻ്റെ പിള്ളേർ ശരി എളുപ്പമായിരിക്കും. സ്കൂൾ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. സബ്സ്ക്രൈബേഴ്സ് കുറവാണ്, എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്, ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ, ഇതൊരു കിണറാണെന്ന് തോന്നുന്നു, ഐ തിങ്ക്. വെൽ, ഇവിടെ അത്യാവശ്യം ബോട്ടിൽസ് നെയിം ടാഗ് ഉണ്ട്. പിന്നെ ഇവിടെ കുറേ സാൻഡ്സ് ഉണ്ട്. ഇപ്പോൾ വീണ തീർന്നേനെ. ഇങ്ങനെ കയറാനാണോ എന്തോ. ബ്ലോക്സ് ഉണ്ട്, എന്നാലും അത് വൃത്തിയിടാക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് തന്നെയാണ്. അത് ചർച്ചാണോ ഇവിടെ? ഐ തിങ്ക് ദാറ്റ് ചർച്ചാന്ന് തോന്നുന്നു. മോനെ കൊള്ളാലോ, ഇഷ്ടപ്പെട്ടത്, നൈസാണ്. ഇവിടെ ചെസ്റ്റ് പോലത്തെ വല്ലതും ഉണ്ട്. ഓക്കെ, ഇവിടെ ബാരലുണ്ട്. ബാരൽ എൻചാൻറ്റി ബുക്ക്, ഷാർപ്നെസ് 1, പിന്നെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു ബുക്കുണ്ട്. ഇത് ഞാൻ തന്നെ എഴുതിയേക്കുന്നത് എനിക്കൊന്ന് പറഞ്ഞുകൂടാ. എഴുതിയേക്കുന്നത് തന്നെ നോക്കാം. എൻ്റെ ഒന്നും എഴുതിയിട്ടില്ലല്ലേ, സോറി. ചുമ്മാ എഴുതേക്കാം, കുഴപ്പമില്ല. വല്ല നോട്ടൊക്കെ എഴുതി വെക്കാം. ഓക്കെ, സെറ്റ്. ഫുഡ് കഴിച്ചേക്കാം. അല്ല, നമ്മുടെ ബീഫ് ഇരിക്കുന്നുണ്ട്, അതും കഴിച്ചേക്കാം. ഓക്കെ, വെള്ളിയോട്ട് ഇറങ്ങി പോകാം. ഇവിടുത്തെ ഒരു ഏരിയ മൊത്തം ലുക്ക് ആഫ്റ്റർ ചെയ്യുമ്പോൾ വരും. ശവലൊക്കെ ഉണ്ടല്ലോ, ഇതിവിടെ വെച്ചേക്കാം. നമുക്ക് ഇവിടുന്ന് വേറെ സ്ഥലത്തോട്ട് മാറിപ്പോകുന്നുണ്ടെങ്കിൽ അവിടുന്ന് എടുക്കാനാണ് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒന്ന് ഇത് ഐറ്റം ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതൊരു വലിയൊരു ബിൽഡിംഗ് പോലെ. അപ്പോൾ ഇതിനകത്ത് ഞാൻ നോക്കാം. ഓക്കെ, എൻട്രൻസ് അവിടെ അതുകൊണ്ട് സൈഡിൽ ഇവിടെ എൻട്രൻസ്. ഇവിടെ ക്യാമലൊക്കെ ഉണ്ടല്ലോ, എൻ്റെ മോനെ പവർപുളി ഇഷ്ടപ്പെടും. ഇവിടെയൊക്കെ ഒരു നല്ല പൈസയൊക്കെ എടുക്കാൻ പറ്റുന്നതാണ്. ബട്ട് ഈ സീഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ മോഡ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കളിക്കാം. അപ്പോൾ ഇതിൻ്റെ സീഡ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാമെന്ന് ചോദിച്ചാൽ അടുത്ത എപ്പിസോഡ് നിങ്ങൾ സീഡ് കമൻറ്റ് ഇട്ടാൽ മതി. നോക്കട്ടെ ആരിലൊക്കെ കമൻറ്റ് ഇടുന്നു. അങ്ങനെ ഉണ്ടായാലേ നമ്മൾ അടുത്ത എപ്പിസോഡ് ഈ സീഡ് കൊടുക്കത്തുള്ളൂ. ഓക്കെ, ഇവിടെ ബ്രെഡും ഫുഡും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്, ഇതും എടുത്തേക്കാം. പിന്നെ 2 മണ്ണിലിട്ട് ഫ്ലോർ ഉണ്ട് ഇവിടെ. ഓക്കെ, ഫ്ലോർ ഉണ്ട്. ഓക്കെ, അവിടെ അടുത്ത ചെസ്റ്റ് ഇവിടെ തന്നെ ഉണ്ട്. ഇംബാലിങ്ങും പ്രൊട്ടക്ഷൻ 1 ആണ്. ഇച്ചിരി ബുക്ക് ഷെൽഫ്സ് ഇവിടെ ഇരിപ്പുണ്ട്, പിന്നെ എടുക്കാം. ഇതിന് ഇവിടെ തന്നെ ഉള്ള. ഓക്കെ, ഇതിന് ടോപ്പിലോട്ടൊരു ഏരിയ കാണുന്നുണ്ട്. ഇങ്ങോട്ട് തന്നെ ഇവിടെ തന്നെ ഉണ്ടാവും, നോക്കാം. എമറാൾഡ് അങ്ങനെ കുറേ സാധനമൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കളക്ട് ചെയ്ത് താഴത്തടിച്ച് ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ നമുക്ക് ഇവിടുന്ന് വേറെ സ്ഥലങ്ങൾ, ഇവിടെ ഡെസേർട്ട് ഏരിയ ആണ്. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്തിട്ട് ഇവിടുന്ന് വേറെ ഏതെങ്കിലും ഒരു നല്ല സ്പോട്ട് കണ്ടുപിടിച്ച് അവിടെ ഒരു ബേസ് സെറ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ വേറെ വില്ലേജ് ഉണ്ട് അവിടെ ഒരു സെറ്റിൽ ആവുകയോ ചെയ്യാനാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു ഐഡിയ അനുസരിച്ച് തോന്നുന്നത്. ഓക്കെ, ഇവിടെ നിന്നല്ല ഞാൻ പോകുന്നു. ഇവിടെ ഇനി കൂടുതൽ നേരം ഒന്നും നിൽക്കുന്നില്ല ഞാൻ അവിടെ ഒരു ജംഗിൾ ഭയം ഉണ്ട്, അതുവഴി നമുക്ക് അങ്ങോട്ട് പോകുന്നത് വെച്ചാണ്. ഇവിടെ നമുക്ക് ആവശ്യം വന്നാൽ നമ്മളിങ്ങോട്ട് തിരിച്ചു വരും. എനിക്ക് ഈ ഭയം, ഈ ഒരു വേൾഡ് ജനറേഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഈ ഒരു മോഡിൻ്റെ പേര് ടെറലിത്തെന്നെങ്ങാണ്ടാന്ന് തോന്നുന്നത്. ഐ തിങ്ക് ഞാൻ ഡൗൺലോഡ് ചെയ്ത് നോക്കിയിട്ടില്ല, ചുമ്മാ ഡൗൺലോഡ് ചെയ്തോളൂ. അപ്പം കൊള്ളാം. ഇവിടെ ഒരു വെല്ലുണ്ട്. ഓക്കെ, ഇവിടെ എന്തോ ഇവിടെ എന്താണ് കുറേ ബീഫ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇതെന്നാത്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല. ബട്ട് ഇവിടെ നല്ല ബയോമുണ്ട്. അപ്പോൾ ഇതൊരു ബയോമാണ്. ഓക്കെ, പക്ഷേ കണ്ടാൽ അറിയാം ഇതൊരു അത്യാവശ്യം നല്ലൊരു ബയോമാണ്. ഞാനിത് ആദ്യമായിട്ടാണ് മൈൻക്രാഫ്റ്റിൽ ഇങ്ങനത്തെ ടൈപ്പ് ബയോംസ് ഒക്കെ കാണുന്നത്. ഇത് മോളിട്ടുകൊണ്ട് മാത്രം നമ്മൾ കണ്ടത്. ഈ മലയുടെ ആ സൈഡിൽ അപ്പുറത്തോട്ട് കിടക്കുന്ന മാത്രം നമുക്ക്
നമ്മൾ പറഞ്ഞ ഒരു നല്ലൊരു സ്പോട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ, ബേസിക് സെറ്റ് ചെയ്യുമ്പോൾ നല്ലൊരു സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ പിന്നെ ഡയമണ്ടൊക്കെ കണ്ടുപിടിക്കണം, ഫുൾ ഡയമണ്ട് ആർമർ ആവണം. പിന്നെ ഈ ഒരു എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ കുറേ നീട്ടിക്കൊണ്ടൊന്നുമില്ല, അത്യാവശ്യം ആവശ്യമുള്ള ഇതിനൊരു എക്സ്പ്ലോറിങ് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ നിങ്ങൾ ഒരു ഹാർഡ് കോറുകൾ തുടങ്ങണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇപ്പം നിങ്ങൾ കമൻറ്റ് ഇട്ടെങ്കിൽ നമ്മളൊരു ഹാർഡ് കോറുകൾ തുടങ്ങുന്നതായിരിക്കും. അപ്പം നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഹാർഡ് കോറുകളൊക്കെ തുടങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ ഇവിടെ കുറേ അയണും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെ നമുക്ക് കേൾക്കാം. എനിക്ക് 3 കിട്ടുന്നുണ്ട്. പിക്കാക്സ് ഉണ്ടാക്കാനുള്ളതായിട്ടുണ്ട്, അയൺ പിക്കാക്സ് ഉണ്ടാക്കാനുള്ള ഇതായിട്ടുണ്ട്. അതുകൊണ്ട് ഗൈസ് ഇത്ര പെട്ടെന്ന് നമ്മൾ അടുത്ത ബയോം എത്തിയിട്ടുണ്ട്. ഇതിന്ന് ഹൈലാൻഡ്സ് എന്നാണ് ഈ ഒരു ബയോമിൻ്റെ പേര്, ഐ തിങ്ക് സോ. അപ്പം നിങ്ങൾക്ക് കാണാം മാപ്പിൽ ഈ ഒരു ബയോം കാണിച്ചു തരാം. ഓക്കെ, അത്യാവശ്യം നല്ലൊരു ബയോമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം. ഇതും അത്യാവശ്യം നല്ലൊരു ബയോമാണ്. ഗുഡ്. ഓക്കെ, അവിടെ ഇച്ചിരി വുഡും കളക്ട് ചെയ്യാം, ബിക്കോസ് വുഡിൻ്റെ ആവശ്യം നല്ല രീതിക്ക് വരും. ചിലപ്പം നമുക്ക് മൈനിങ്ങിനൊക്കെ പോകേണ്ടി വന്നാൽ വുഡിൻ്റെ ആവശ്യം വരും. പിന്നെ ഇവിടെ ഒരു അടുത്തൊരു വില്ലേജ് കാണാൻ സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഏതാണ്ടൊരു 2000 ബ്ലോക്സ് നമ്മുടെ ആ ഒരു മറ്റേ വില്ലേജിൽ നിന്ന് നമ്മൾ ആദ്യം കണ്ട ഒരു കണ്ടെത്തി ഇങ്ങോട്ട് വരെ വന്നിട്ടുണ്ട്. ദാറ്റ്സ് വൈ ഒരു വില്ലേജ് അടുത്ത് കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ അടുത്ത ബയോം എത്തിയെന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ 2 ഡിസ്റ്റൻസ് കൂട്ടിയിട്ടുണ്ട്, ലാഗ് അടിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ലാഗ് ഇല്ല, എന്നാലും ഞാൻ ഷെയ്ഡ് ഇട്ടാലേ നമുക്ക് ലാഗ് വരത്തുള്ളൂ. ഓക്കെ, ഈ ഒരു ഭയം കണ്ടു, നമുക്ക് അപ്പുറത്തെ ഒരു ബയോമിലോട്ട് അല്ല. അവിടെ നിങ്ങൾ ആ ബിൽഡ് കണ്ടു, നൈസ്. അങ്ങോട്ട് പോയി നോക്കാം, നല്ല ബിൽഡാന്ന് തോന്നുന്നു. അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഞാൻ ആഗ്രഹിച്ചൊരു വില്ലേജ് എനിക്ക് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. ഓക്കെ, എൻ്റെ മോനെ പൊളി അടിപൊളി, എനിക്ക് കിട്ടി നല്ലൊരു സൈഡാന്ന് തോന്നുന്നു. എനിക്ക് ഇങ്ങനൊരു മൈൻക്രാഫ്റ്റ് ഹാർഡ് കോഡ് തുടങ്ങുവാണെങ്കിൽ നൈസായിരിക്കും. ഇതുപോലെ ലൂട്ടൊക്കെ കിട്ടി നൈസായിരിക്കും ഇങ്ങനൊരു ഹാർഡ് കോഡ് തുടങ്ങിയാൽ. 2 ഡിസ്റ്റൻസ് കുറച്ചിട്ടേക്കാ നീ. ഗുഡ് നൈസാണ്. ഓക്കെ, ഇതാണ് അവിടെ കുറേ പിഗ്സും കാലൊക്കെ നടപ്പുണ്ട്, എന്നാലും കുഴപ്പമില്ല, കൊള്ളാം, നല്ലൊരു വില്ലേജ്. അപ്പോൾ ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ടി വരും. ഇവിടെ തന്നെ സാധനം ഇതന്നെ, ഇത് കിച്ചൺ ആണോ അതോ റെസ്റ്റോറൻ്റ് ആണോ? ഇത് റെസ്റ്റോറൻറ്റ് പോലത്തെ ഫുഡും ഉണ്ട്. അപ്പോൾ ഐ തിങ്ക് ദാറ്റ് ഇതൊരു റെസ്റ്റോറൻ്റ് ആണെന്ന് തോന്നുന്നു ഇവിടെ. അപ്പോൾ വേറെ കാര്യമൊന്നും ഇവിടെ കാണാനൊന്നും ഇല്ല. അതൊന്നും കൂടെ ഞാൻ ചാനൽ സബ്സ്ക്രൈബ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം, പിന്നെ ഷെയർ ചെയ്തേക്കാം, ലൈക്ക് അടിച്ചേക്കാം. ഇതെന്താണ്, ഗ്രീൻ ഹൗസ് ആണോ? ഓക്കെ, ഇവിടെ ബീ ഹൈവ് ഉണ്ട്, കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ലൈക്ക് ഇറ്റ് വെരി മച്ച്. പിന്നെ ഇതാണ് ഇവിടെ അടുത്ത ഏരിയ, കൊള്ളാലോ. നിങ്ങൾ ഈ വില്ലേജ് കണ്ടോ, എന്നോ വലുതല്ലേ, കൊള്ളാം, നല്ല വലിപ്പമുള്ളൊരു വില്ലേജ്. നമ്മളിപ്പോൾ ഏതാണ്ട് ഒരു 6000 ബ്ലോക്സ് എവയാണ് നമ്മുടെ മറ്റേ ആയുധം പോയ വില്ലേജിൽ നിന്ന്. അപ്പോൾ ഇവിടെ ഒരു സ്പോട്ട് ഉണ്ട്, ഇവിടെ ബെഡൊക്കെ ഉണ്ട്. ഓക്കെ, ഇവിടെ തന്നെയാണ്. ഇവിടെയും ജസ്റ്റ് ഉണ്ട്, ഇവിടെയും ഫുഡ് ഉണ്ട്. നമ്മൾ ഞാൻ ഇവിടെ തന്നെ സെറ്റിൽ ആവാനാണ് ഞാൻ പോകുന്നത്. ആക്ച്വലി അതവിടെ ഇരുന്നോട്ട്, പിന്നെ ആവശ്യം വരുമ്പോൾ എടുക്കാം. ഇവിടെ വേറെ എന്നാക്കെ ഉണ്ട്. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് പോലെയാണ്, കുക്കീസൊക്കെ ഉണ്ട് അവിടെ തന്നെ. പിന്നെ അവിടെ ആ സൈഡിലായിട്ട് ഞാൻ എന്തോ കാണുന്നുണ്ട് ഗൈസ്, എന്തോ ഒരു സാധനം ഞാൻ കാണുന്നുണ്ട്. ഐ തിങ്ക് ദാറ്റ് ഈ വില്ലേജ് കൊള്ളാലോ. ഓക്കെ, ഇതിനെ കാർപ്പറ്റൊക്കെ ഇട്ട്, ഇത് ലൈബ്രറീൻ്റെ ഏതെങ്കിലും ഒരു വീടാണോ? ബുക്ക് ഷെൽഫ്സ് ഒക്കെ ഇരിക്കുന്നത്, ഇവിടെ ബുക്ക് ഷെൽഫ്സ് ഉണ്ട്. ഇനി മണ്ടയിലോട്ടൊരു ഫ്ലോറും കൂടെ ഉണ്ട്. ദാറ്റ്സ് ഗുഡ്. ഇവിടെ വലിയതായിട്ടൊന്നും ഇല്ല, ഒരു ബെഡ് ഇത് മാത്രമേ ഉള്ളൂ. പാവ ചെറുക്കന് അവന് കിടന്നുറങ്ങാനുള്ള സ്ഥലമേ ഉള്ളൂ. ഓക്കെ, മാപ്പിൽ നോക്കുമ്പോൾ അറിയാത്ത നൈസാണ്. ഓക്കെ, അവിടെ വേറെ ജസ്റ്റ് കാര്യമൊന്നുമില്ല. ഇതന്നെ എന്തൊരു ഫാമാണോ? ഓക്കെ, ഇതൊരു ഫാമാണ് ആക്ച്വലി ഗൈസ്. ഞാൻ വിചാരിച്ച് ഓക്കെ ഇതൊരു ഫാമാണ് ആക്ച്വലി അല്ലേ. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് ആ ഒരു വലിയ ഒരു ബിൽഡിങ് നമ്മളുണ്ടായിരുന്നു, മറ്റേ വില്ലേജ് കണ്ടപോലെ. അപ്പോൾ അങ്ങോട്ട് കയറി നോക്കാം. ഗുഡ്, കൊള്ളാലോ. ഇവിടെ എന്താ ഐറ്റം? ഓക്കെ, ഇവിടെ ഹേബേൽസ് ഇരിപ്പുണ്ട്, ഒരു ചെസ്റ്റ്. എവിടെ ഡയമണ്ട്, ഒബ്സീഡിയന്, എമറാൾഡ്, ഗോൾഡ് ഉണ്ട്. ഒബ്സിഡിയൻ എത്ര ഉണ്ടോ? ഒബ്സിഡിയൻ 7 ഒബ്സിഡിയൻ കിട്ടി. ഗുഡ്, ഇഷ്ടപ്പെട്ടു. ആൻവില്ല് വിരിപ്പുണ്ടോ അല്ലേ? അപ്പം അയണില്ലേലും നമുക്ക് എൻജോയൊക്കെ ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ഇവിടെ തന്നെ ഇതൊരു മെയ്സാണോ? ഒരുമാതിരി എല്ലായിടത്തും ഒരേപോലെ കാണുന്ന പോലെ. ഓക്കെ, മേളിൽ ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ കേക്ക് ഇരിക്കുന്നു, നികച്ച് പകുതി വെച്ചാൽ മതി. ഓക്കെ, ഇവിടെ മേളിൽ ഇനിയുണ്ട്. ഇവിടെ ബാൽക്കണി പോലത്തെ എന്തോ സംഭവം തോന്നുന്നു. യെസ്, എനിക്ക് എന്നേതായിട്ടൊരു വീട് വേണം. അപ്പം അത് ഞാൻ ഈ ഒരു വീട് എടുക്കാമെന്ന് പറഞ്ഞാണ് ഈ മേളിൽ കാണുന്നത്. അപ്പോൾ ഇവിടെ ഏരിയ ഒന്ന് അത്യാവശ്യം നൈസാക്കി എടുക്കേണ്ടി വരും. ഓക്കെ, ഇതൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്ത് കളഞ്ഞ്. ഓക്കെ, ശരി. അപ്പോൾ ഇതാണ് നമ്മൾ എടുക്കാൻ പോകുന്ന വീടെന്ന് പറഞ്ഞാൽ. അപ്പം ഇതായിരിക്കും നമ്മുടെ ഈ വരുന്ന എപ്പിസോഡിലൊക്കെ ഇതായിരിക്കും നമ്മുടെ മെയിൻ ഹൗസ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ മെയിൻ ഹൗസൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു നല്ല ബാൽക്കണി ഉണ്ട്. അതാണ് അവിടെ പട്ടിക്കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അവിടെ ബുക്ക് ഷെൽഫ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എൻചാൻറ്റി ബുക്ക് എഴുതി ക്രാഫ്റ്റ് ചെയ്ത് വെക്കാം. മണ്ടേ ഇനി ഫ്ലോർ ഉണ്ട്. ഇവിടെ തോന്നുന്നു ബെഡ്റൂം കാര്യങ്ങളൊക്കെ. ഇവിടെ പിന്നെയും കുറേ ബുക്സ് ഉണ്ട്. ഓക്കെ, ഗുഡ്. കൊള്ളാം, നമുക്ക് നാട്ടിറങ്ങി പോകാം. അവിടെ ചെന്നിട്ട്
അവിടെ ഇച്ചിരി ചെസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റാക്കണം. ചെയ്യേണ്ട മൊത്തം കാര്യം ചെയ്തിട്ടുണ്ട്. ചെസ്റ്റ് ക്രാഫ്റ്റ് ചെയ്തു. പിന്നെ നമ്മുടെ എൻചാൻറ്റി ബുക്സ് മാത്രം ഇവിടുത്തെ വേറൊരു ചെസ്റ്റ് ക്രാഫ്റ്റ് ഉണ്ട്, ആ ഒരു ചെസ്റ്റിലോട്ട് കയറ്റി വെക്കാനാണ്. അത് മൊത്തത്തിൽ ഇവിടെ ഒരു ഫർണസ് ഇരിപ്പുണ്ട്. അപ്പം നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്യാനും എളുപ്പമായി. നമ്മുടെ എപ്പിസോഡ് ഈ ഒരു ഫസ്റ്റ് എപ്പിസോഡ് ഇപ്പോൾ തീരും. നമ്മളിനിയും കുറേ നീട്ടിക്കൊണ്ട് പോകുന്നില്ല, ഇപ്പോൾ തീരും. അടുത്ത എപ്പിസോഡ് ഇച്ചിരി കൂടെ വലുതാക്കി നമ്മൾ ബയോംസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന രീതിയിലാക്കാൻ ശ്രമിക്കാം. ഒരു വലിപ്പം കൂടെ ആക്കാം. അപ്പം വലിയ ചെസ്റ്റ് ആയിട്ടുണ്ട്. 2 ഡബിൾ ചെസ്റ്റ് നമ്മളവിടെ ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് തീരുവാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഇതിലും വെറൈറ്റി ആയിട്ടുള്ള എപ്പിസോഡ് നമ്മൾ വരും. അപ്പം മേലേക്ക് ഇരിക്കുന്നു. തീരുന്നില്ല. നമുക്ക് ഈ ഒരു ഫുഡും കൂടെ കുക്ക് ചെയ്യാൻ വെക്കണം. അല്ലല്ല, അതിന് വരുന്നു. ഇതും കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ തീരുവാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡ് നമ്മൾ ഉറപ്പായിട്ടും വെടിക്കെട്ട് എപ്പിസോഡുകളായിട്ട് തന്നെ വരുന്നതായിരിക്കും. അപ്പം ബൈ.